അസ്സലാമു അലൈക്കും. ഇനി നമ്മളിവിടെ ചിക്കൻ കടായി ഉണ്ടാക്കാനാണ് കേട്ടോ പോണത്. കടായി എന്ന് പറഞ്ഞാൽ ചിക്കൻ പൊരിച്ചങ്ങാണ്ടല്ല വെക്കുന്നത്. ചിക്കൻ പൊരിച്ച് വെച്ചാലാണ് കടായി എന്ന് പറഞ്ഞാൽ കടായി പോലെ ആയി വരും. അതിന് നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഓയിലാണ് ഒഴിച്ച് കൊടുത്തത്. വെളിച്ചെണ്ണയിൽ ഓയിലാണ് കേട്ടോ. ചട്ടി ചൂടായതിൻ്റെ ശേഷം നമ്മളേക്ക് വലിയുള്ളി ഇട്ട് കൊടുക്കുക. വലിയുള്ളിയും തക്കാളിയും നല്ലോണം വാട്ടിയെടുക്കണം. വലിയുള്ളി കുറച്ച് വാടിയതിൻ്റെ ശേഷം നമ്മളേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ നമുക്ക് അത് നല്ലോണം വാടിയിട്ടേക്ക് അരവിട്ട് കൊടുക്കുക. പിന്നെ മല്ലിപ്പൊടി, മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും ചേർക്കുക. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ച ചിക്കനായിക്ക് ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക കേട്ടോ. അത്ര പണിയുള്ളൂ. അപ്പോൾ പിന്നെ ഉള്ളി വാടി വരണുള്ളൂ കേട്ടോ. ഇട്ടിട്ടുള്ള തക്കാളി ഇട്ടിക്കണം. നല്ലോണം വാടി വരട്ടെ. നല്ലോണം വാടി വന്നാലുള്ളൂ ചിക്കൻ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നല്ലോണം ഇതിൽ തന്നെ കടന്ന് എണ്ണയിൽ കടന്നുകൊണ്ട് വാടി വരണം. പിന്നെ നമ്മളെ ചാനൽ പോയ ടെൻഷനിലുമാണ്. ചാനലൊക്കെ പോയി നല്ലോണം സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടായ ചാനലേനു. അത് പോയ ടെൻഷനും ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഇതിനൊന്നും ഒരു താല്പര്യം ഉണ്ടായില്ല. എങ്ങനെ പോയത് എന്താ ഏതാണെന്നും അറിയില്ല. അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല. ഇപ്പോൾ ഞങ്ങൾ ഉള്ളി ഇതൊക്കെ ചതച്ചതിട്ടു കേട്ടോ. ഇപ്പോൾ വാടിക്കൊണ്ടിരിക്കുന്നുണ്ട് കണ്ടോ. ഉള്ളി നല്ലോണം വാടിക്കണം. തക്കാളി പിന്നെ വേഗം വേവുമല്ലോ. ഞമ്മക്കേക്ക് മല്ലിപ്പൊടിയും, മുളകും പൊടിയും, മഞ്ഞൾപ്പൊടിയും, ഉപ്പും ഇട്ട് കൊടുക്കാം കേട്ടോ. അത് ഇട്ടിട്ട് പിന്നെ നമുക്ക് ചിക്കൻ ഇട്ടിട്ട് അതിൽ കടന്ന് വേവിക്കേണ്ട ഒരു പണിയുള്ളൂ. എന്നാൽ പിന്നെ ചിക്കൻ മുളക് റെഡി ആയിട്ടോ. അത്രേ ഉള്ളൂ. അപ്പം ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഏതായാലും നല്ല ടേസ്റ്റിൽ അടിപൊളി സാധനമാണ്. ഇഷ്ടമില്ലാതിരിക്കുമല്ലോ. ഒന്ന് ഉണ്ടാക്കി നോക്കോണ്ടിട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കോണ്ടിട്ടോ. ഇത് നമ്മൾ ഇതിൻ്റെ പിന്നെ മല്ലിപ്പൊടിൻ്റെയും മഞ്ഞൾപ്പൊടിൻ്റെ ഒക്കെ ഒരു ചുവ ഉണ്ടല്ലോ, ഒരു മണം പോലെ നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ. അതാണ് ഈ ഉള്ളിവാടലും ഇതിൻ്റെ മസാലൻ്റെ ഇതുമാണ് ഈ ചിക്കൻ വരട്ടിന്, ചിക്കൻ മുളകിന് ഏറ്റവും നല്ല ടേസ്റ്റ് നൽകുന്നത്. ഇനി നമുക്ക് എന്താ വെച്ചാൽ ഇത് കുറച്ച് നേരം ഒന്നുകൂടി ഇളക്കിയിട്ട് കണ്ടോ. എണ്ണ വേറെ വരുന്ന കണ്ടില്ലേ. ഇനി അപ്പം ഒഴിക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ചിക്കൻ ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കിയിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. അത്രേ ഉള്ളൂ കേട്ടോ. അത്ര പണിയുള്ളൂ. പെട്ടെന്നുണ്ട് സംഭവം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ അതേപോലെ തന്നെയാണ്. പക്ഷേ അതിനൊന്ന് പറഞ്ഞു പോയി എന്നുള്ളൂ. ഇതെല്ലാവർക്കും ഏത് ഫസ്റ്റ് തുടങ്ങുന്നവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ്. പ്രത്യേകിച്ച് വല്ല വേറെ മസാല വേറെ ഒന്നും നമ്മളിതിലേക്ക് ചേർക്കണില്ല. വെറും മല്ലിപ്പൊടിയും, മുളകും പൊടിയും, മഞ്ഞൾപ്പൊടിയും, തക്കാളിയും, വല്യുള്ളിയും, പിന്നെ ഉള്ളിയും പെരുംജീരകവും ചതച്ചത്, അത് മാത്രം തന്നെ ഉള്ളൂ കേട്ടോ. വേറെ നമ്മൾ ചിക്കൻ മസാലപ്പൊടിയോ അങ്ങനത്തെ ഒന്നും ഇടുന്നില്ല. അത് ഏത് കുട്ടിയൊക്കെ വരെ ഉണ്ടാക്കി വെക്കാൻ പറ്റുന്നതാണ്. ഇതിൽ ഏറ്റവും ടേസ്റ്റ് ഉണ്ടാക്കുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഉള്ളിയും തക്കാളിയും വാട്ടുമ്പോൾ നല്ലോണം അത് വാടി വരണം. അത്ര ഉള്ളത് ശ്രദ്ധിക്കാനുള്ളത്. ഇനിയിപ്പോൾ ഇതിൽ കടന്നിട്ട് ഇതിൻ്റെ എണ്ണയിലും പിന്നെ ഇത് ഈ കോഴിൻ്റെ നെയ്യിലൊക്കെ കടന്നിട്ട് അതാണ് വെന്തോളും. നല്ല വെള്ളമില്ലാത്ത രീതിയിൽ ആവിക്ക് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ഇത് ചെയ്യുക. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ഉണ്ടാക്കുക. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കുക. ഏത് വെക്കാൻ അറിയാത്തവർക്കും ഉണ്ടാക്കുക. ഫസ്റ്റ് പഠിക്കുന്നവർക്കും എല്ലാവർക്കും ഉണ്ടാക്കുക. അപ്പോൾ അടച്ച് വെച്ച് വേവിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.